ആകേഷ്, അപ്പോൾ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരിൽ ഇപ്പോൾ ആവേശത്തിലല്ലേ? അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി എല്ലാവരും കണ്ട് അടിപൊളിയായി ഈ ക്രിക്കറ്റ് ആരാധകരൊക്കെ നല്ല അടിച്ച് പൊളിച്ച് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ കാരണം നമുക്ക് കുറച്ചും കൂടെ ആവേശം ഉണ്ടാവും ഇന്ത്യക്കാർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ മത്സരത്തിൽ തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനാണെങ്കിൽ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തുപോയി. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന മത്സരം ഇന്ത്യ പാകി മത്സരം ആവേശത്തോടെ കാണുന്ന മത്സരം അല്ലേ? അപ്പോൾ അത് ആ ഗ്രൂപ്പ് സ്റ്റേജോടുകൂടി അവസാനിച്ചു. അങ്ങനെ പാകിസ്ഥാനും ഇത്തിരി അഹങ്കാരം ഉണ്ടെങ്കിലും ബംഗ്ലാദേശും അങ്ങനെ നമ്മളെ ഗ്രൂപ്പ് ഇതിനകത്ത് പുറത്തായി, ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി. അവർക്ക് എനിക്ക് കപ്പും കൊണ്ടൊന്നും നാട്ടിൽ പോകാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയായി. ഓക്കെ, അവർക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യനെ തോപ്പിച്ചാൽ മാത്രം മതി, കപ്പ് അടിച്ചില്ലെങ്കിൽ ഇപ്പം ഇന്ത്യനെ തോപ്പിക്കുകയും പറ്റിയിട്ടില്ല, ഇന്ത്യനെ തോപ്പിക്കാനും പറ്റിയിട്ടില്ല. കപ്പ് വല്ലതും പോകുന്ന വഴിക്ക് വല്ലതും മേടിച്ചുകൊണ്ട് പോകേണ്ടി വരും. അത് ദുബായിൽ നിന്ന് കിട്ടുമായിരിക്കും, അങ്ങനെ മേടിച്ച് പോയിട്ടുണ്ടാവും നമുക്ക് വിചാരിക്കാം. ഓക്കെ, അത് അവർ കൊണ്ടുപോകട്ടെ, അവരെ കാര്യം എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നല്ല ആവേശകരമായ മത്സരമാണ്, എല്ലാ കളികളിലും സെഞ്ചുറിയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലെ ചാമ്പ്യൻസ് ട്രോഫി എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ടീം ഇന്ത്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ആരൊക്കെയായിരുന്നു ക്യാപ്റ്റന്മാർ, അപ്പോൾ ഓരോ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആരാ കിരീടം നേടിയൊക്കെ നമുക്ക് നമ്മളെ ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാലോ. അല്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു എന്താ പറയണ്ടേ, ഒരു ചെറിയ പിന്നെ പുട്ടിൻ്റെ ഇടയിൽ എന്താ പറയുക, നമുക്ക് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ടും നമുക്ക് കണ്ടെത്തിയിട്ടും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1998 ഇന്ത്യ അന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ പോണ സമയത്ത് നമ്മളെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അസറുദ്ദീനാണ്. ഇന്ത്യൻ അസറുദ്ദീനൊക്കെ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലല്ല, നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ക്രിക്കറ്റ് ആസ്വദിക്കുന്ന സമയത്ത് അത്രയും നല്ലൊരു ക്യാപ്റ്റൻസി. കാരണം ഇന്ത്യൻ്റെ ഒരു മികച്ച ക്യാപ്റ്റനായിരുന്നു മുഹമ്മദ് അസറുദ്ദീൻ. പക്ഷേങ്കിൽ നമുക്ക് അന്നത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ 1998 ബംഗ്ലാദേശിലായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. പക്ഷേ അതിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അന്ന് സൗത്ത് ആഫ്രിക്കയായിരുന്നു കപ്പടിച്ചത്. വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയാണ് 1998 നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കപ്പടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ 2000 വന്നു കഴിഞ്ഞാൽ 2000 നമ്മുടെ ക്യാപ്റ്റൻ അല്ലേ, സൗരവ് ഗാംഗുലി ആയിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൗരവ് ഗാംഗുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ മെനക്കെട്ട ഒരു ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി തന്നെയായിരുന്നു. കാരണം പ്രതിരോധിക്കാനല്ല സൗരവ് ഗാംഗുലി നമ്മളെ ഈ കളിക്കാരെ പഠിപ്പിച്ചത്, ആക്രമിച്ച് നേടിയ വിജയങ്ങളായിരുന്നു. സൗരവ് ഗാംഗുലി ഒരു പല നമ്മൾ ഓരോരുത്തർക്ക് ഓരോരോ സൗരവ് ഗാംഗുലിനെ കുറിച്ച് ആലോചിക്കുമ്പം പല സന്ദർഭങ്ങളും ഉണ്ടാവും ഗ്രൗണ്ടിൽ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീറും വാശിയും, അങ്ങനെ ഒരു ക്യാപ്റ്റൻ അതുവരെ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് ഇതുപോലെ കുറച്ചെങ്കിലും ഒരു സ്പിരിറ്റ്, ഇത്തിരി ആവേശം കാണിച്ചുകൊണ്ട് നമ്മൾ കോഹ്ലി മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിനൊരു ഇന്ത്യൻ ടീം ഈ ഒരു വളർച്ചയിൽ എത്താൻ ഒരു വിത്ത് പാകിയത് സൗരവ് ഗാംഗുലി തന്നെയാണ്. അപ്പോൾ 2000 സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിലായിരുന്നു നമ്മൾ കെനിയയിലോട്ട് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ വേണ്ടി പോയത്. അന്നും അതുപോലെ തന്നെ നമ്മൾ ഫൈനലിൽ വരെ എത്താൻ പറ്റി. പക്ഷേ ഫൈനലിൽ എത്തിയെങ്കിലും നമ്മൾ ന്യൂസിലാൻഡിനോട് പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. 2000 സൗരവ് ഗാംഗുലി തന്നെയായിരുന്നു ടീം ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫിക്ക് വീണ്ടും നയിച്ചത്. 2002 ശ്രീലങ്കയിലായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി മത്സരം അരങ്ങേറിയത്. ശ്രീലങ്കയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പക്ഷേ അതിനൊരു ഫലം ഉണ്ടായില്ല എന്ന് മീൻസ് ഫൈനലിലെത്താൻ നമുക്ക് സാധിച്ചു, ശ്രീലങ്കയ്ക്കും സാധിച്ചു. പക്ഷേ ആ മത്സരത്തിന് ഫലമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ഒരുപോലെ ട്രോഫി പങ്കിടുമായിരുന്നു. 2002 2006 വന്നു കഴിഞ്ഞാലോ, 2006 പിന്നത്തെ ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. 2006 നമ്മളെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യൻ ടീമിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ വൻമതിൽ രാഹുൽ ദ്രാവിഡ് ആയിരുന്നു അന്ന് ക്യാപ്റ്റനായത്. ആ ഒരു രാഹുൽ ദ്രാവിഡിൻ്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോയെങ്കിലും അന്നത്തെ കപ്പ് കൊണ്ടുപോയത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ അന്ന് കപ്പ് കൊണ്ടുപോയത് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഓസ്ട്രേലിയ കപ്പടിച്ചത്. പിന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമ്മുടെ 2007 നമ്മളെ ഇപ്പോഴത്തെ ടീമിൻ്റെ ഇന്നത്തെ എന്നല്ല, ഇപ്പോൾ വിരമിച്ചെങ്കിലും ധോണിയാണ് അല്ലേ നമ്മൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ തല. ഓക്കെ, ധോണി ക്യാപ്റ്റൻസിയൊക്കെ ഏറ്റെടുത്ത് 2009 നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ വേണ്ടി പോയി. അന്നത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഓസ്ട്രേലിയനെ കപ്പടിച്ചു. ഓസ്ട്രേലിയ അന്ന് കപ്പടിച്ചപ്പം പരാജയപ്പെടുത്തത് ന്യൂസിലാൻഡിനെ ആയിരുന്നു. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 2013 ധോണിയുടെ നേതൃത്വത്തിൽ നമ്മൾ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ വേണ്ടി പോയി. അന്നത്തെ ക്യാപ്റ്റൻ ധോണി കപ്പ് കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2013 ചാമ്പ്യൻസ് ട്രോഫി വിജയികളായി ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ സൗരവ് ഗാംഗുലിക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി കപ്പടിക്കാൻ ധോണിക്കാണ് സാധിച്ചത്. അപ്പോൾ 2013 ധോണി ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു ആ കൊല്ലം, അവരുടെ നാട്ടിൽ വെച്ച് തന്നെ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പടിക്കാൻ സാധിച്ചു എന്ന് ധോണിക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുക, നമ്മളെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ധോണിയെ വെല്ലാൻ ഇന്നും ആരും ഇല്ല. ഇനി അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ 2013 ആ ഒരു സന്തോഷത്തിലൊക്കെ നമ്മൾ നിന്ന് അങ്ങനെ നമ്മളങ്ങനെ വിരാജിച്ച് നമ്മൾ 2017 ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോയി. നമ്മളെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനായി നമ്മളെ ഫൈനലിൽ എതിരാളികൾ. പക്ഷേ നമ്മളെല്ലാവരും നിരാശയായിക്കൊണ്ട് പാകിസ്ഥാൻ നമ്മളെ തോപ്പിച്ച് കളഞ്ഞു. ഭയങ്കര സങ്കടം. അതുവരെയൊക്കെ നല്ല ആവേശത്തിൽ കളിച്ച ടീം 2017 പാകിസ്ഥാനോട് അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പരാജയപ്പെടുത്തി. ആ ധോണി അടിച്ച കപ്പ് നമ്മൾ കോഹ്ലി ആയിരുന്നു അന്നത്തെ
ക്യാപ്റ്റൻ ആയിരുന്നു നമ്മളെ കോഹ്ലി, കിങ് കോഹ്ലി. ആര് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സെഞ്ചുറി അടിച്ച് ഇന്ത്യൻ ടീമിൻ്റെ നട്ടല്ലായി നിന്ന വിരാട് കോഹ്ലിൻ്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ പോയപ്പോഴായിരുന്നു പാകിസ്ഥാനോട് നമ്മളെ പരാജയപ്പെട്ടത്. അതിൻ്റെ കടം കൂടിയാണ് ഏത്, മനസ്സിലായ? അതിൻ്റെ കടം കൂടിയാണ് കോഹ്ലി ഇന്നലെ. കാരണം കോഹ്ലിയുടെ ഇന്നലത്തെ ബാറ്റിംഗ്, കഴിഞ്ഞ ദിവസത്തെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം നല്ല പതിഞ്ഞ താളത്തിൽ തുടങ്ങി, വലിയ ആക്രമണ സ്വഭാവമൊന്നും കാണിക്കാതെ എനിക്ക് ടീമിനെ വിജയിപ്പിച്ചേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുമെന്നുള്ള ധാരണയിൽ അതിൻ്റെ ഒരു ഫലമാണ് കോഹ്ലി അവസാന പന്തുകളിൽ 4 അടിച്ച് നമ്മൾ കണ്ടത്. അന്ന് ആ ഗാലറി ഇരുന്നുകൊണ്ട് നമ്മൾ രോഹിത് ശർമ്മയുടെ ആക്ഷനും കോഹ്ലി കൊടുത്ത റിയാക്ഷനും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം കോഹ്ലി മനസ്സിൽ എന്തോ കണ്ടിട്ടാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയെന്ന്. ആ നമ്മുടെ എന്താ പറയുക, ഗില്ല് പോയ സമയത്തുള്ള ആ ബോളറെ ബ്രാറിൻ്റെ ഒരു പ്രകടനവും അതിന് തിരിച്ച് കോഹ്ലി ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും. അന്ന് പുള്ളി നോക്കിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടടാ മോനെ എന്നുള്ള രീതിയിലാണ് നോക്കിയത്. അപ്പോൾ ആ ഒരു വാശി, ഇത് 2017 തോറ്റ ഒരു ഭാഗ്യമൊക്കെ ഉണ്ട് എന്തായാലും പാകിസ്ഥാനോടല്ലേ, ആ ഒരു ഇതൊക്കെ വാശിയൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അടക്കി പിടിച്ച് ഇത്രയും വർഷങ്ങൾ, 1.5 വർഷം 2 വർഷത്തോളം സെഞ്ചുറി ഒന്നും ഇല്ലാണ്ട് നിന്ന് 51ാം സെഞ്ചുറി നേടി കോഹ്ലി ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ പുറത്താക്കാനുള്ളൊരു പരിപാടിയും കൂടി ചെയ്തിട്ടാണ് അദ്ദേഹം സെഞ്ചുറി അടിച്ച ടീമിനെ വിജയത്തിലെത്തിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഈ 2025 വരെയുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒരു ജസ്റ്റ് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളെ വിശകലനമായിട്ട് നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ടൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പോട്. എന്തായാലും ഒരു വഴിക്ക് പോകണില്ല, പോണ വഴിക്ക് നമ്മളൊക്കെ തട്ടിമുട്ടിയൊക്കെ പോന്നേ. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. പുതിയ വീഡിയോ, കായിക വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.